ആത്മാർത്ഥ സ്നേഹം കൊണ്ടാണ് ചെയ്തതെങ്കിൽ ആ റീന എന്ന് പറയുന്ന വ്യക്തിക്ക് ജന്മം കൊടുത്ത അമ്മയാണ്. ആ അമ്മ ഉള്ളത് കൊണ്ടാണ് റീനയെ സാബുവിന് കിട്ടിയത്. ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ ഒരു നേരം ആഹാരം കൊടുത്താലും എവിടെയും ജീവിക്കും. തെറ്റായിരുന്നു. സാബു എന്തിനിങ്ങനെ ചെയ്തെന്നുള്ള കാര്യം, അതിങ്ങനെ ക്രൂരമായി എന്തിനിങ്ങനെ ചെയ്തെന്നുള്ള കാര്യം അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു. ഭാര്യ മരിച്ച ദുഃഖത്തിൽ അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അതിനു മുന്നേ പാവം അമ്മായിയമ്മയെ കൊന്നതെന്തിനാണ്? ബന്ധുക്കളും നാട്ടുകാരും ആകെ അമ്പരന്ന വാർത്തയായിരുന്നു അത്. സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം, പിന്നെ എന്തിനായിരുന്നു ഈ കടുങ്കൈ? ഇത് ഞാൻ ജോലിക്ക് വരുന്ന വീടാണ്. ജോലിക്ക് വന്നുകൊണ്ടിരുന്ന വീടാണ്. സാബുലാലിൻ്റെയും റീനയും അമ്മച്ചിയും 3 പേരും അടങ്ങുന്ന വീടാണ്. ഞാൻ ജോലിക്ക് വരുന്നത് 6 മണിക്ക് ഞാൻ വരും. വന്നു കഴിഞ്ഞാൽ 10 മണിക്ക് ഞാൻ തിരിച്ചു പോകും. റീനയുടെയും സാബുവിൻ്റെയും എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാം സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു റീനയുടെ ആ ഒരു മരണം സംഭവിച്ചത്. അതോടെ സാബുലാൽ മാനസികമായി നല്ല വിഷമത്തിലായിരുന്നു. ലൈവ് ബേഴ്സും എല്ലാം ഉണ്ട്, അതിനെല്ലാം തുറന്നു വിട്ടു. പത്രക്കാർ പോലും പത്രങ്ങൾ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. പക്ഷേ അവർ നല്ല സന്തോഷത്തിൽ ജീവിച്ചിരുന്നതായിരുന്നു. പക്ഷേ അമ്മച്ചിയായിരുന്നാലും ശരി തന്നെ, റീനയായിരുന്നാലും സാബു ആയിരുന്നാലും നല്ല സന്തോഷത്തിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒരു വഴക്കോ, ഞാൻ വന്നിട്ട് ഇപ്പോൾ 3 വർഷം ആവാൻ പോകുന്നു. പക്ഷേ ഒരു വഴക്കോ ഒരു ബുദ്ധിമുട്ടോ ഇതുവരെ ഈ വീട്ടിനകത്ത് സംഭവിച്ചിട്ടില്ല. അത്ര സന്തോഷമായിരുന്നു. പക്ഷേ റീനയുടെ മരണത്തിന് ശേഷം സാബു മാനസികമായിട്ട് നല്ല വിഷമത്തിലായിരുന്നു. റീനയ്ക്ക് ക്യാൻസർ ആയിരുന്നു. വലത് നെഞ്ച് എടുത്തിട്ടുണ്ട്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലിരിക്കാൻ പെട്ടെന്നൊരു ശ്വാസം മുട്ടലും ചുമയും ചെവി വേദന പോലെ വന്ന് അങ്ങനെ ഇത് അഡ്മിറ്റ് ആവാനല്ല, കാണിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ അഡ്മിറ്റാക്കി. 2 ആഴ്ചത്തോളം RCCയിൽ കിടക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് പറ്റില്ല എന്ന് ഡോക്ടർ ഇവിടെ സാബുവിനെ ആകെ തളർത്തിയത് അതാണ്. അമ്മച്ചിയോടും വയസ്സായത് കാരണം, അമ്മച്ചിക്ക് 76 വയസ്സായി. അമ്മച്ചിയും മകളുടെ ഇതിലും അമ്മച്ചിയും മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു. രാവിലെ ആയിരുന്നാലും വൈകുന്നേരം ആയിരുന്നാലും അമ്മച്ചി കണ്ണുകളോടെ മോൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ചേച്ചിയുടെ ഒരു സ്ഥാനം ആണ് എനിക്ക് റീന തന്നിരുന്നത്. അത്രയും മാനസികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രിയായാലും എൻ്റെ മുന്നിലിങ്ങനെ നിൽക്കുകയാണ്. അമ്മച്ചിയായിരുന്നാലും റീനയായിരുന്നാലും സാമ്പത്തികമായിട്ടായിരുന്നാലും എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും റീന അത് എന്നെ കൈ താങ്ങി കൊണ്ടുപോവുകയായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മക്കളില്ലാത്ത വിഷമവും ഉണ്ടായിരുന്നു. അത് മാനസികമായിട്ട് അപ്പോഴും ഞാൻ പറഞ്ഞു, ഈ അസുഖമെല്ലാം മാറും, നമുക്ക് എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഒരു കുഞ്ഞ്, നമുക്ക് അത്ര പ്രായമുള്ളവർക്കെല്ലാം മക്കളുണ്ടാകുന്നുണ്ട്, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം റീനയ്ക്കൊരു കുഞ്ഞുണ്ടാവും എന്ന് നല്ല രീതിയിൽ ഞാൻ റീനയോട് പറയുമായിരുന്നു. പക്ഷേ മറ്റുള്ളവർ പറയുന്നതിനേക്കാളും റീന ഒരുപാട് കാര്യങ്ങൾ ഞാനുമായിട്ട് സംസാരിക്കുമായിരുന്നു. ഇവിടെ സംസാരിക്കാൻ ആരുമില്ല. അവധി ദിവസമാണെങ്കിലും ഞാൻ കുറേ നേരം, അല്ലെങ്കിൽ ഞാൻ 10 മണിക്കാണ് പോകുന്നത്, ഉച്ചവരെ ഞാൻ ഇരുന്ന് നമ്മൾ ഒരുപാട് സംസാരിക്കും. വൈകുന്നേരം ഞാൻ 2 നേരമാണ് ഇവിടെ വരുന്നത്. രാവിലെയും വരുന്നുണ്ട്, വൈകുന്നേരവും വരുന്നുണ്ട്. 2 നേരം ഞാൻ വരുന്നുണ്ട്. മരണശേഷം പിന്നെ സാബുവിനെ അലട്ടിക്കേണ്ടതൊക്കെ ഇനിയിപ്പോൾ ജീവിക്കേണ്ടെന്ന് തീരുമാനിച്ചുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ സാബുവിന് റീനയെല്ലാം ജീവിക്കാൻ പറ്റൂല. അത്ര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. റീനയെന്ന് പറഞ്ഞാൽ റീന ഇല്ലെങ്കിൽ സാബു ഇല്ല. ഞാൻ ഈ ഒരു മാസവും സാബു പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീനയെ പോയതിൻ്റെ പുറകെ സാബും പോകുന്നതിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അത്ര സാബുവിന് സഹിക്കാൻ പറ്റൂല, റീനയുടെ ഇത് സഹിക്കാൻ പറ്റൂല. പിന്നെ അമ്മച്ചിയുടെ കാര്യമാണെങ്കിലും അമ്മച്ചിയെ നോക്കാൻ ആരുമില്ല എന്നുള്ളത് സാബുവിന് നല്ല ഉറപ്പുണ്ട്. ആ ഉറപ്പ് അമ്മച്ചിക്ക് ഉണ്ടായിരിക്കാം. ഇതിനെക്കുറിച്ച് സംസാരിച്ചോന്ന് എനിക്കറിയില്ല. തീരുമാനമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അമ്മച്ചി അങ്ങനെ 76 വയസ്സായെങ്കിലും അമ്മച്ചി നല്ല
സ്ട്രോങ് ആണ് അമ്മച്ചി. അങ്ങനെ സാബുവിനോട് ഭാര്യ പറഞ്ഞാണോ ഞാനില്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കിടരുത്, അമ്മയെ ഒറ്റയ്ക്കാക്കരുതെന്ന് റീന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഒറ്റയ്ക്കാവും, എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഒറ്റയ്ക്കാവും. പക്ഷേ സാബു എൻ്റെ അമ്മയെ മരുമകനല്ലേ, അമ്മയല്ലല്ലോ, മരുമകനല്ലേ. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല സജിത. പക്ഷേ എൻ്റെ അമ്മ, ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ദുഃഖം റീനയ്ക്കുണ്ടായിരുന്നു. ഒരു ദുഃഖം ഉണ്ടായിരുന്നു. എന്നാൽ റീന ഒരു ഒറ്റ മോളേ ഉള്ളൂ, മറ്റു മക്കളാരും ഇല്ല. അതുകൊണ്ട് റീനയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം സാബുവിനും അറിയാമായിരിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. സാബുവിനറിയാം. ഭാര്യയോട് പറഞ്ഞാണ് നീ പോയാലും ഞങ്ങൾ ഞങ്ങളെ തിരിച്ചു പോകും, ഞങ്ങൾ റീനയുടെ ഒപ്പം കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ സ്നേഹത്തിൻ്റെതാണ്. ആ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം ഇങ്ങനെ ഒരു ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും സ്നേഹിക്കില്ല. അത്രയ്ക്ക് നല്ല സ്നേഹമായിരുന്നു. പക്ഷേ സാബുലാൽ എന്തിങ്ങനെ ക്രൂരമായി അമ്മച്ചി ചെയ്തുവെന്ന് എനിക്കത് ഒരുപാട് വഴികളുണ്ടായിരുന്നു. പക്ഷേ സാബു എന്തിനിങ്ങനെ ചെയ്തെന്നുള്ള കാര്യം, ഇതിങ്ങനെ ക്രൂരമായി എന്തിനിങ്ങനെ ചെയ്തെന്നുള്ള കാര്യം എനിക്കത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവർ ബോഡി കൊണ്ട് പോകണതൊന്നും ഞാൻ കണ്ടില്ല. വന്ന് രാവിലെ അറിഞ്ഞു, ഞാൻ വന്നു അമ്മച്ചിയെ ഒന്ന് കണ്ടു, സാബുലാലിനെ കണ്ടില്ല, അമ്മച്ചിയെ ഒന്ന് കണ്ടു. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു ഇതാണ് സാബുവും റീനയും യാത്ര ചെയ്യണ കാറ്. അപ്പോൾ രാവിലെ 10 മണിക്ക് കൃത്യം 10 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും. കാറില്ലെങ്കിൽ മാത്രം ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ വരത്തുള്ളൂ. അതും ഡീസൽ ഓട്ടോയെ പറ്റുള്ളൂ. പുള്ളിക്കാരത്തി അത്രയും കെയറായിട്ടാണ് പോവുകയും വരികയും ചെയ്യുന്നത്. വൈകിട്ട് ഈ കാറ് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്താണ് ഇറങ്ങണത്. ഇറങ്ങി കാറ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് പുള്ളിക്കാരത്തി കയറി നിന്നാണ് ഈ കാറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണത്. അത് സാബുവിനൊരു പക്ഷേ ആ ആബ്സെൻറ്റ് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും പിന്നീട് എപ്പോഴും മരിച്ചതിന് ശേഷം ഇതുവരെ ഈ കാർ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആ നിർത്തിയ കാർ ഇന്നും അത് അവിടെ തന്നെയാണ് കിടക്കുന്നത്. കാർ ഇതുവരെയും കയറ്റിയിട്ടില്ല. ഇതെല്ലാം ഇപ്പുറത്ത് വെച്ചിരുന്ന ഈ 2 വീലർ സൈക്കിളും ഒക്കെ മരണത്തിന് ശേഷമാണ് ഇങ്ങോട്ടാക്കിയത്. ഈ മരിക്കണ ദിവസം എന്ന് പറയണം, അല്ലെങ്കിൽ റീന മരിച്ച 1 മാസമായ ദിവസം പകൽ സാബുവിനെ ഇവിടെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അമ്മ ഉണ്ടായിരുന്നു. അമ്മ പകൽ ഉച്ചയ്ക്കും രാവിലെയും ഇരുന്ന് വൈകിട്ട് 7:30 മണി വരെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഇല്ല, പകൽ ഇവിടെ വന്നിട്ടേ ഇല്ലായിരുന്നു. രാത്രിയാണ് വന്നത്. ആയിരിക്കണം. 9 മണി കഴിഞ്ഞാണ് വന്നത്. 9 മണി കഴിഞ്ഞ് വന്നു. പിന്നെ പുള്ളി വരണത് വരെ എല്ലാ ലൈറ്റും ഇട്ടിരിക്കും. പുള്ളി അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഈ ഹാളിലെ ലൈറ്റും അമ്മയുടെ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്യാറേ ഇല്ല, ഹാളിലെ ലൈറ്റും. പക്ഷെ അതെപ്പോഴും ഓഫായെന്നൊന്നും നമുക്ക് അറിയില്ല. ഇപ്പോൾ നമ്മുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വീടില്ലായിരുന്നപ്പോൾ ഇങ്ങനെ വെറും ഒരു വസ്തുവായിട്ട് കിടന്നപ്പോൾ പോലും നമുക്കിത്രയും മൂകത അനുഭവിക്കണില്ല. നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗാണ് ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ. ലൈറ്റ് പോലും ഇല്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അമ്മ ബോൾഡായിരുന്നു. റീന 16 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും അമ്മ ഇവിടെ ഒറ്റയ്ക്കാണ്. ഒരു പക്ഷേ ഇങ്ങനെ എപ്പോഴും നമ്മൾ നോക്കുകയും വിളിച്ച് സംസാരിക്കുകയും ചെയ്യണ ധൈര്യമോ എന്തോ പുള്ളിക്കാരത്തി ധൈര്യത്തിലായിരുന്നു. മോള് മരിച്ചതിന് ശേഷമാണെങ്കിലും അയ്യോ എൻ്റെ ഒരു മോള് പോയി, അല്ലെങ്കിൽ എനിക്ക് അങ്ങനല്ല, എന്നെ ഏതെങ്കിലും വൃദ്ധസാധനത്തിലാക്കിയാൽ മതി, ഞാൻ ഇവിടെ പൊയ്ക്കോളാം, ഏത് സാഹചര്യത്തിലും ജീവിക്കാമെന്നൊരു മെൻറ്റാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ സാബുവിൻ്റെ തീരുമാനം തെറ്റായിരുന്നു. തെറ്റാണത്. ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ ഒരു നേരം ആഹാരം കൊടുത്താലും എവിടെയും ജീവിക്കും. തെറ്റായിരുന്നു. എന്നാൽ റീന എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടാണ് ചെയ്തതെങ്കിൽ ആ റീന എന്ന് പറയുന്ന വ്യക്തിക്ക് ജന്മം കൊടുത്ത അമ്മയാണ് അമ്മ. ആ അമ്മ ഉള്ളത് കൊണ്ടാണ് റീനയെ സാബുവിന് കിട്ടിയത്. നമുക്കിപ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒന്നിൽ റീന മരിച്ചെന്ന് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. കാരണം അവൾ നടന്നു ചെന്നാണ് കാറിൽ കയറി ഹോസ്പിറ്റലിൽ പോയത്. അപ്പം അവളുടെ മരണത്തിൽ നമ്മൾ വേറെ ഒന്നും നമ്മൾ കാണണില്ല. 16 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നെങ്കിൽ പോലും നമ്മൾ
കഷ്ടപ്പെട്ടില്ലല്ലോ എന്നുള്ളത് നമുക്കറിയാം. അവളെ വേദനയും വിഷമങ്ങളും കാര്യങ്ങളും. പിന്നെ ഈ സാബു എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ ശരി തന്നെ, പൊന്നുപോലെ തന്നെയാണ് അവളെ നോക്കിയത്. അവളെ ഒരു കാര്യത്തിനും അയാൾ ഒരു കുറവും വരുത്തിയിട്ടില്ല. വേറെ ആരെയും അവളുടെ കാര്യങ്ങളിൽ അയാൾ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഈ ഇരിക്കുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ബാധിക്കുന്നത് നമ്മളെയാണ്.